ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക, ഈ ഉപദേശം നമുക്ക് ഒന്നാമത് എനിക്കും ഇഷ്ടമല്ല, ഉപദേശം നിങ്ങൾക്കും ഇഷ്ടമല്ല, ആർക്കും ഉപദേശം ഒന്നുമല്ല. പക്ഷേ എങ്കിലും വിവാഹം കഴിയാത്ത ഇനിയൊരു വിവാഹം അല്ലെങ്കിൽ ഒരു പങ്കാളിയെ തേടുന്ന ആൾക്കാർ ആദ്യം ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് ഒരാളോടൊപ്പം ഇറങ്ങിപ്പോകാനോ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ആത്മപരിശോധന ആദ്യം നടത്തണം. ഒന്ന്, ഞാൻ സ്വയം പര്യാപ്തയാണോ, ഇൻഡിപെൻഡൻ്റ് ആണോ, അതല്ല ഞാൻ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാനാണോ പോകുന്നത്. അത് പെണ്ണായാലും ശരി, ആണായാലും ശരി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്നിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ വളർത്തിയ മാതാപിതാക്കളുള്ള ഒരു കടമയും അവരോടുള്ള സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു ജീവിതങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. മറ്റുള്ള പലതരത്തിൽ ഇപ്പം ലിവിങ് റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ എല്ലാ നോക്കി 10 പൊരുത്തവും നോക്കി എല്ലാ തരത്തിൽ ആൾക്കാരെയും വിളിച്ചു കൂട്ടി നടത്തുന്ന കല്യാണവും സക്സസ്ഫുൾ അല്ല. നല്ല രീതിയിൽ അതും ഫെയിലിയർ ആകുന്നുണ്ട്, നല്ല രീതിയിൽ. അതുകൊണ്ട് എവിടെ വേണോ ഫെയിലിയർ ഉണ്ടാവാം, എവിടെ വേണോ നല്ലതും ഉണ്ടാവാം. അതൊന്നും നമ്മുടെ കയ്യിലല്ല, അത് ഫ്യൂച്ചറാണ്, നമുക്കറിയത്തില്ല എന്താണെന്ന്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മളൊരു ഒരു വ്യക്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം എടുപിടി എന്നുള്ള ചെയ്യുന്നതിന് മുമ്പ് അവരെ കുറച്ചധികം കാലം മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്കൊക്കെ ഇറങ്ങി ഒളിച്ചോട്ടങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ റിക്വസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു വലിയൊരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇതിന് 2 പക്ഷമുണ്ട്. ആ 2 പക്ഷവും നമുക്ക് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി ആരെയും പ്രത്യേകിച്ച് ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റാണ്. വളരെ ദയനീയമായൊരു അവസ്ഥയിലുള്ള കടന്നു പോകുന്ന ഒരു ലേഡിയുടെ ഒരു വീഡിയോ കണ്ടു. അവരൊരു നടിയാണ്. അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നിരിക്കുന്നു. അതിന് വ്യക്തമായൊരു കാരണങ്ങളുണ്ട്. ആ കാരണം ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുന്ന ആ ഒരു പക്വത, അവരനുഭവിക്കുന്ന വേദന, ഇത് രണ്ടും നിലവിൽ ഇപ്പോൾ നമ്മൾ അമൃത വിഷയം, അതുപോലെ തന്നെ എലിസബത്തിൻ്റെ വിഷയം, കുറേ അധികം യൂട്യൂബിൽ കാണുന്ന ചില ഒളിച്ചോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു, സംസാരിച്ചു. ബട്ട് ഇവിടെ ആണെങ്കിൽ ഒരു ജീവിതം തകർന്നൊരു കാഴ്ച, വല്ലാത്തൊരു വേദനിപ്പിക്കുന്നൊരവസ്ഥ. അവർ പറയുന്നത് നമുക്ക് ആദ്യം എന്താണെന്ന് കേൾക്കാം. അതിനുശേഷം അവരിത് പറയാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും കേൾക്കാം. കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ അതിന് ഉത്തരം തരില്ലേ, ഞങ്ങൾ വീഡിയോസ് കാണുന്നതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് അതിനുള്ള ആൻസർ തരാത്തത് എന്നൊക്കെ ചോദിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അരുൺ ചേട്ടനായിട്ട് സെപ്പറേറ്റ് ആയോ, ഡിവോഴ്സ് ആയോ, നിങ്ങളൊന്നിച്ചല്ലേ, അരുൺ ചേട്ടൻ വീഡിയോസിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി അതിനൊന്നും ഒരു റിപ്ലൈ ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഞാനൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഫൈനൽ ഒരു ഇതെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. ഒരു ജീവിതം, ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ജീവിതം തുടങ്ങി വെച്ചിട്ട് അതിനകത്തൊരു കുഞ്ഞും ജനിച്ചതിന് ശേഷം വേർപിരിയേണ്ടി വരുന്നതിൻ്റെ വേദന, അതെല്ലാം ആ കുട്ടിയുടെ വാക്കിലുണ്ട്. അത്രമാത്രം വേദന അടക്കി പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന ആ കുട്ടി പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഡിവോഴ്സ്ഡാണ്, നിങ്ങൾ ബന്ധം വേർപെടുത്തിയിരുന്നു. എന്തോ ഈ ഒരു ജീവിതം തുടങ്ങുന്ന മൊമെൻറ്റും ആ ഒരു ജീവിതങ്ങൾ തമ്മിൽ അവസാനിക്കുന്ന ആ ഒരു അവസ്ഥയും ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിക്കാതെ എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. നമുക്ക് അറിയില്ല. കാരണം അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങളതിൻ്റെ വേദന നിങ്ങൾ പങ്കുവയ്ക്കൂ. കാരണം പുതിയ കുട്ടികൾ, ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പല കാര്യങ്ങളുടെ അനുഭവങ്ങളില്ല. ഇപ്പം ഞങ്ങളാരും പഴയ കാലങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ എങ്കിലും അനുഭവങ്ങളുടെ കാര്യത്തിൽ വളരെ പരിമിതമായ രീതിയിലേക്കാണ് ഇന്നത്തെ അവസ്ഥ പോകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ടൊരു പകുതി കഴിഞ്ഞു പോയിരിക്കുന്നു. കണ്ട അനുഭവങ്ങൾ, അനുഭവിച്ച തീഷ്ണതകളൊക്കെ വളരെ വലുതാണ്. നിങ്ങളിൽ പല ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർ ചില കുറുക്ക് വഴികളിൽ പോയി അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാറുണ്ട്. ബട്ട് ഇവിടെയാണെങ്കിൽ ഈ ഒരു അനിയത്തി, പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് വേദന ഉള്ളിൽ ഒതുക്കി സംസാരിക്കും. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ എൻ്റെ പിന്നിലൊരു വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു ഘടകം കൂടെ ഉണ്ട് കേട്ടോ. അതൊരു കരളലിയിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ ഞങ്ങളിപ്പം പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു 10 മാസം 11 മാസമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ, അച്ഛനമ്മയുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നത്. ഞാനും ഞാമിയുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അവരോടൊപ്പം അവരുടെ മകളും ഉണ്ട്. അവർ താമസിക്കുന്നത് ഇപ്പം സഹോദരിയുടെ വീട്ടിലാണ്. അപ്പം ഒരു നടിയാണ് പുള്ളിക്കാരത്തി, ഒരു ആക്ട്രസ്സാണ്, സീരിയൽ ആക്ട്രസ്സൊക്കെ അന്നാണ് ഞാൻ അറിയുന്നത്. കാരണം ഈ സീരിയലൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇവരെ കുറിച്ച് കൂടുതൽ കണ്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. പേര് പാർവതി വിജയ് എന്നാണ്. അവർ ബാക്കിയൊക്കെ പറയട്ടെ, കേൾക്കാം.
ഞാൻ അപ്പോൾ ഒന്നും ഉത്തരം തരാതിരുന്നത് കാരണം എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ മണ്ടനാക്കുകയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അല്ല. എൻ്റെ വീഡിയോസ് കാണുന്നവരോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്താ പറയുക, എല്ലാത്തിനും ഒരു ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം ഇത് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. ആക്ച്വലി യൂട്യൂബ് ചാനലിൻ്റെ ഓക്കെ, അവരൊരു ഡിസിഷനിലേക്ക് എത്താൻ വളരെ വൈകിട്ടുണ്ടായിരുന്നു. ആ ഡിസിഷനിലേക്ക് എത്തിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ, കാരണം ചിലപ്പോൾ ഈ ഡിസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ എനിക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് പലർക്കും പ്രണയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ കേഴുക എന്ന് പറയും, കാല് പിടിക്കുക എന്ന് പറയും. എൻ്റെ കൂടെ ഒന്ന് നിൽക്കൂ, ഓക്കെ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞാനത് ഇനി തിരുത്തിക്കോളാം, എനിക്ക് ഒരു അവസരം കൂടെ തരണം, അല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ദയവായി എന്നെ കളഞ്ഞിട്ട് പോകരുത്, എനിക്ക് നീ ഇല്ലെങ്കിൽ എൻ്റെ ഹൃദയമില്ലാത്തതുപോലത്തെ വേദനയായിരിക്കും ജീവിക്കേണ്ടതിന്, അതുകൊണ്ട് ദയവായി എന്നെ ഒഴിവാക്കാതിരിക്കാമോ, അതുകൊണ്ട് ഞാൻ ഈ ജീവിതത്തിൽ എനിക്ക് നീ അല്ലാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വേണം 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 എന്ന് പുറകെ നടന്ന് കാല് പിടിക്കുന്ന വളരെയധികം സ്നേഹം നിറഞ്ഞ മനുഷ്യർ നമുക്കിടയിലുണ്ട്. അതിലൊരു അവസ്ഥയിൽപ്പെട്ടൊരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആ കുട്ടി പറയാൻ വൈകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരിടത്ത് ആ വ്യക്തിയോട് നമുക്ക് പോട്ടെ, നമ്മൾ കഴിഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോവാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞത് പോയിട്ടുണ്ടാവാം, അത് നമുക്ക് ഇനി അത് മാറ്റിക്കൂടെ, നമുക്കൊന്നുകൂടെ ജീവിച്ചൂടെ എന്ന് ആ കുട്ടി നന്നായിട്ട് പരിശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു നിസ്സഹായത ആ ഫേസിൽ കൂടെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വിഷമവും വരുന്നു. പേര് പാർവൺ ലൈഫ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ പാർവൺ ലൈഫ് എന്ന് പറഞ്ഞ പേര് ഞങ്ങളുടെ രണ്ടുപേരെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഇതായിരുന്നു. ഫാൻസുകാർ സ്റ്റാർട്ട് ചെയ്തൊരു പേജായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു പേര് എടുത്തിട്ട് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇനി മുതൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ മാറ്റാൻ പോവാണ്. ആ പേര് എന്താണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ഒഫീഷ്യലി ഞാൻ എന്താണെന്ന് അറിയിക്കുന്നതായിരിക്കും. പിന്നെ പാർവൺ ലൈഫ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ നെയിം. അപ്പോൾ ആ ഒരു പേര് അവർ മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു. അവരുടെയും ഈ പങ്കാളിയുടെയും അവരുടെ ഹസ്ബൻഡിൻ്റെയും പേരുകൊണ്ട് അതിൻ്റെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം അരുൺ രാവൺ അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ആ ഒരു പേര് കൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു ഫാൻസ് ഗ്രൂപ്പിൻ്റെ പേരാണ് അവരുടെ ചാനലിട്ടത്, പാർവൺ ലൈഫ്. ഓക്കെ, പാർവതി വിജയുടെയും നമ്മുടെ അദ്ദേഹത്തിൻ്റെ അരുൺ രാവൺ എന്നാണ് അദ്ദേഹത്തിൻ്റെയും പേര് വെച്ചിട്ട് ചേർന്ന് ഇട്ടൊരു ചാനലിൻ്റെ പേര്. ആ പേര് മാറ്റുന്നു, വഴി അറിയിക്കാം. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ ഇതറിയുമ്പോൾ ഉറപ്പായിട്ട് ചോദിക്കും എന്താണ് ഇഷ്യൂ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും. അത് പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് മാത്രം. വെരി ഗുഡ്, സല്യൂട്ട് യു. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇപ്പം ഓരോ ദാമ്പത്യങ്ങൾ തകരുന്നതിന് പല കാരണങ്ങളുണ്ടാവും. പറയാൻ പറ്റുന്നതും ഉണ്ടാവും, പറയാൻ പറ്റാത്തതും ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അവർ പിരിയാനുള്ള തക്കതായൊരു കാരണമുണ്ട്. അത് ചെറുതായാലും വലുതായാലും അത് അവരിൽ തന്നെ ഒതുങ്ങുന്നതാണ് നല്ലത്. അത് ജോർജ് കുട്ടി പറയുന്നത് പോലെ ഇത് എന്നോടൊപ്പം അവസാനിക്കട്ടെ എന്ന് കരുതി തന്നെ പറയുന്നത് നല്ലത്. അല്ലാതെ ചില യൂട്യൂബ് ചാനലുകൾ കാണാം, അവരുടെ എന്തെങ്കിലും ജീവിതത്തിൻ്റെ അകത്തൊരു ചെറിയ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ എടുത്തു വെച്ചുകൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അങ്ങ് വന്ന് പറയും. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിതം വളരെ നന്നായിട്ട് പോകുമ്പോൾ പോലും ഞങ്ങളിതാ ഡിവോഴ്സായി, ഞാനും എൻ്റെ ചേട്ടനുമായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിനെ വെച്ച് കളിക്കുന്ന ചില ആൾക്കാരൊക്കെ ഞാൻ ഏതൊക്കെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അതിനുശേഷം അവരൊക്കെ ഭയങ്കരമായിട്ട് പിന്നീട് വന്നിരുന്നത്. ഓക്കെ, എനിവേ, അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ അകത്ത് നടക്കുന്ന വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നിരുന്നിട്ട് സംഭവിച്ചതാണെങ്കിൽ പോലും പറയാതിരിക്കുന്നത് നിങ്ങളുടെ വാല്യൂ കൂട്ടുകയുള്ളൂ. അല്ലാതെ അതിട്ട് വീഴ്പ്പലക്കിയിട്ട് ആൾക്കാരുടെ മുമ്പിലേക്ക് ചിലപ്പോൾ അവർ കുറച്ച് കൈയടിക്കും, ചിലപ്പോൾ സാന്ത്വനിപ്പിക്കും, ആശ്വസിപ്പിക്കും. പക്ഷേ അതൊക്കെ വളരെ താൽക്കാലികവുമായിരിക്കും. അവർ മറ്റൊരു സൈഡിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ കൂരമ്പുകൾ എയ്യുകയും ചെയ്യും. അത് ദയവായി സൂക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഇത് കാണുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഒരു നല്ല കമന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലാതെ മോശം കമന്റ്സും എനിക്ക് ഉണ്ടാവും. ബിക്കോസ് ഞാൻ അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാരേജ് ആയിരുന്നു. അതുകൊണ്ട് കുട്ടിയുടെ അങ്ങനെ ഒരു മാരേജ് ആയിരുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം ഒരു ഛായാഗ്രാഹകൻ, ക്യാമറാമാനായിട്ടുള്ള വ്യക്തിയോടൊപ്പം ഈ അരുൺ രാവൺ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം ജീവിതം ആരംഭിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരുടെ താല്പര്യമില്ലാതെ, വീട്ടുകാരോട് അറിയിക്കാതെ അദ്ദേഹത്തിനോടൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു. അവർ ജീവിതം ആരംഭിക്കുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെ പോകുന്ന ദാമ്പത്യത്തിന് ഒരു ഘട്ടം എത്തുന്ന സമയത്ത് ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. നമുക്ക് ആർക്കും അറിയത്തില്ല, നമ്മൾ അറിയേണ്ട കാര്യമില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യം. അതിനുശേഷം ഇപ്പോൾ വേർപിരിയുന്ന കാഴ്ച വരെ ഈ സംഭവം എത്തിയിട്ടുണ്ട്.
ഇവർ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ മുന ഇവർക്ക് ഇവിടെ നിന്ന് വന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് പിന്നാലെ കാണാം ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അങ്ങനത്തെ കുറെ ന്യൂസുകൾ അല്ലെങ്കിൽ കമന്റ്സുകളും ന്യൂസുകളും വേറെ മീഡിയാസുകാരും ന്യൂസുകളെല്ലാം ഇറക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരോട് വേറെ മീഡിയാസിനോടൊക്കെ എനിക്ക് പറയേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുടെ ഭാഗം കൂടി ചിന്തിച്ചിട്ട് മാത്രം ഓരോരുത്തർ മീഡിയാസിൽ ഓരോ വീഡിയോസിൽ നിങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ ഈ ഇതിൽ പറയുന്ന കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ അടുത്തേൽ പോയി നോക്കുമ്പോൾ പറഞ്ഞ വളരെ ട്രൂ. കാരണം ഈ ഒരു സാധനം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതം നന്നായിട്ട് പോകുമ്പോൾ പോലും ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് ഓരോന്നൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി വിടുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നടന്ന ഒരു കാര്യത്തിന് മറ്റൊരു തരത്തിലേക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കരുത് എന്നാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ആരെങ്കിലുമൊക്കെ എത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള കമൻറ്റും അതുപോലെ തന്നെ എല്ലാം അവരുടെ ഉറപ്പായിട്ട് സപ്പോർട്ടായിട്ടുള്ള കമൻറ്റാണ്. പക്ഷേ അതിനകത്ത് അവരെല്ലാവരും പറയുന്നു, മോളെ എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത്, നിനക്ക് ഇത് ആദ്യമേ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടായിരുന്നൊക്കെ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ കുറ്റം പറയുന്നത്. ഞാനത് കുറ്റം പറയാം, കാരണം എനിക്ക് വ്യക്തിയെ പേഴ്സണലി അറിയത്തില്ല, ഇദ്ദേഹത്തിനെ അറിയത്തില്ല, അദ്ദേഹത്തിനെ അറിയത്തില്ല. ഇനി ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട് വന്നതിനോട് സാഹചര്യം ഒരുക്കിയ കുറച്ച് കാര്യങ്ങളുടെ ചില സംഭവങ്ങൾ ഞാൻ അറിഞ്ഞത് പറയാം. ഭർത്താവും സീരിയൽ ക്യാമറാമാനുമായ അരുൺ രാവണുമായുള്ള വിവാഹമോചനം സീരിയൽ നടി പാർവതി വിജയ് അല്പനേരം മുമ്പാണ് പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ അരുൺ ആ സന്തോഷം വെളിപ്പെടുത്തിയത് സീരിയൽ നടി സായിലക്ഷ്മിയുമായുള്ള പ്രണയം പറഞ്ഞുകൊണ്ടാണ്. ഇന്നലെ സായിലക്ഷ്മിയും അരുണും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ വ്യാജ പ്രചാരണം എന്നായിരുന്നു ഭൂരിപക്ഷം പേരും കമന്റുകളായി പങ്കുവച്ചത്. എന്നാൽ സായിലക്ഷ്മിയുടെ അക്കൗണ്ട് പരതി കണ്ടുപിടിച്ചപ്പോൾ ആ പ്രണയത്തിന്റെ സത്യാവസ്ഥയാണ് ആരാധകരും തിരിച്ചറിഞ്ഞത്. ഓക്കെ, ഇത് ഈ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. അതിനകത്ത് സായി ലക്ഷ്മി, ഞാൻ ഒരാളെയും ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നില്ല, നിങ്ങളത് കേട്ടിട്ട് ഒരാളെയും ദയവായി തെറി പറയാതിരിക്കുക. ഇത് ഇപ്പോൾ ഇതിനകത്തൊക്കെ ന്യൂസായിട്ടൊക്കെ തന്നെ വന്നൊരു കാര്യമാണ്. അപ്പം സായി ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി ഇദ്ദേഹത്തിന് അഥവാ ഈ ക്യാമറാമാനുമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ പ്രണയം എന്നുള്ള രീതിയിൽ തോന്നിക്കുന്നൊരു കാര്യങ്ങൾ വന്നിരുന്നു എന്നുള്ളത് പറയുന്നു. അതിനെ ആ ഒരു കാര്യത്തിനെ ശരിവയ്ക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവരുടെ എന്താ പറയുക, ടൈറ്റിൽ ആ വീഡിയോക്കകത്ത് പറയുന്ന കാര്യം ഞാൻ ചെന്ന് നോക്കി സത്യമാണോ എന്നറിയാൻ വേണ്ടി സായി ലക്ഷ്മി എന്ന് പറയുന്ന അക്കൗണ്ട് നോക്കിയപ്പം ഐ ഗീവ് ഇറ്റ് ടു യു രാവൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം. അവരുടെ ബയോയിൽ കൊടുത്തേക്കുന്ന ഐ ഗീവ് ഇറ്റ് ടു യു രാവൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു സംഭവം, അതിനകത്ത് കൊടുക്കുന്ന സ്റ്റോറിയൊക്കെ അദ്ദേഹവും ഇവർ രണ്ടുപേരും തമ്മിൽ വളരെ നല്ല രീതിയിൽ സൗഹൃദമോ പ്രണയമോ ആയിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ് ഐ ഗീവ് ടു യു രാവൺ എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സായി ലക്ഷ്മിയുടെ സംഭവം ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഈ കമൻറ്റ് ബോക്സിനകത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് അവരുടെ ലൈക്കും അതുപോലെ തന്നെ അദ്ദേഹം അതിന് തിരിച്ചു കൊടുക്കും. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു സാധനം നടക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് നമുക്കിപ്പോൾ ഒരു സദാചാര കണ്ണിലൂടെ കാണാണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോയും ഒക്കെ വളരെ ഇതായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമോ ഈ നമ്മുടെ കുട്ടിയെക്കുറിച്ച് പാർവതി വിജയെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എങ്ങും ഇട്ടിട്ടില്ല. ഇനി ഇതിനകത്ത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം സെലക്ട് ചെയ്തു, ആ കുട്ടിയുടെ ജീവിതം സെലക്ട് ചെയ്തു. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു സംഭവം ഇവരെ പറയാനൊന്നും ഇല്ല, കാരണം നമ്മളാരും അതിനകത്ത് ആൾക്കാരൊന്നുമില്ല. ഇനി രണ്ടുപേരുടെ സൈഡിൽ നിന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ഒരാൾ വന്ന് പറഞ്ഞു അയാളുടെ ലൈഫ് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഡിവോഴ്സായിട്ട് മാറിയിട്ടുണ്ടെന്ന്. ഈ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അഥവാ ഇപ്പം ഈ പറയുന്ന പാർവതി വിജയ് എന്ന് പറഞ്ഞ ഈ കുട്ടിക്ക് അവരുടെ ജീവിതം തീർച്ചയായിട്ടും അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനും മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിനും യാതൊരു തടസ്സവുമില്ല. പിന്നെ ഒരുപാട് ഞാൻ കമൻറ്റുകളൊക്കെ നോക്കി, കമൻറ്റുകളിലൊക്കെ ബഹുഭൂരിപക്ഷ ആൾക്കാരും അമ്മമാരും ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നേരത്തെ ആകുമെന്നൊക്കെ ചിന്തിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നു. കാരണം എന്തൊക്കെയോ കാരണങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ പറയുന്നു. നമുക്കതൊക്കെ അവരുടെ ഇമാജിനേഷനായിട്ട് കാണാം. നമ്മളാരും അറിയാത്തൊരു കാര്യം നമുക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്നത് ഒട്ടും ശരിയുള്ള കാര്യമില്ല. അദ്ദേഹം ഒരു ക്യാമറാമാനാണ്, അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം ഉള്ള പെൺകുട്ടിയും ഇവർ വർക്ക് ചെയ്ത സീരിയൽ ആക്ട്രസ്സാണ്, അദ്ദേഹമായിട്ട് കണക്റ്റഡായി പ്രണയമായി ആ ഒരു ബന്ധത്തിലേക്ക് അവർ പോയി എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് ഇവരുടെ ഫാൻസ് തന്നെ ചോദ്യങ്ങൾ ചെയ്തിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല പ്രശ്നങ്ങളും വല്ലതും ഉണ്ടോ, അയാൾക്ക് ഈ വ്യക്തിയുമായിട്ട് മറ്റേ സായി ലക്ഷ്മി എന്ന കുട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധം വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ ചോദ്യങ്ങൾ വരികയും ആ ചോദ്യമൊടുവിൽ ആ കുട്ടി വന്ന് പ്രതികരിച്ചതാണ് ഇങ്ങനെയെന്നാണ് ഞാൻ ഈ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇവരെ വീഡിയോസൊക്കെ നിരന്തരമായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഇവരുടെ ലൈഫിൻ്റെ അകത്ത് രണ്ടുപേർക്ക് ഇപ്പോൾ ഒരു ട്രാജഡിയാണ് നടന്നിരിക്കുന്നത്. ഒരു ബന്ധം വേർപെട്ടു, ഒരു കുട്ടിക്ക് അച്ഛനില്ലാതായിട്ട് മാറുന്നു. അച്ഛനില്ലാതാവുക എന്നല്ല, അച്ഛൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് ആ അമ്മയാണ് ഇനി ആ കുട്ടിയെ വളർത്തേണ്ടത്. സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഒരുപാട് കടമ്പകൾ ഇനി കടന്നു പോകേണ്ടതുണ്ട്.
അദ്ദേഹം ഒരു ക്യാമറാമാനാണ്, അദ്ദേഹം ഒറ്റയ്ക്ക് ക്യാമറയോടൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള തോന്നിപ്പിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഒരു ഒറ്റപ്പെടൽ അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ആ കുട്ടി പ്രണയമാണോ അതോ തിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണോ ഒന്നും നമുക്കറിയത്തില്ല, നമുക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അഥവാ അവർക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിക്കൂടാകുകയും ഇല്ല. അത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമുക്ക് അതിന് ചോദ്യം ചെയ്യാനോ അതിനെ കുറ്റം പറയാനോ ഉള്ള യാതൊരു യോഗ്യതയും നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് സംഭവം. പക്ഷേ എനിക്ക് നിങ്ങൾ ഈ കാണുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, അതായത് സിംഗിളായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, സിംഗിളായിട്ടല്ല, വിവാഹം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേർപെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും സ്വന്തം കാലിൽ തന്നെ നിൽക്കി നടക്കുകയൊക്കെ ചെയ്യുന്നത്, എങ്കിലും നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക. നിങ്ങളുടെ അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, ഏതൊരു ബുദ്ധിമുട്ട് സാഹചര്യം വന്നാലും ആരെയും ആശ്രയിക്കാത്ത രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. നിങ്ങളുടെ തൊഴിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം നേടുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് നേടിയതിന് ശേഷം നമ്മളെ വളർത്തിയ വീട്ടുകാരോട് ഒരു മിനിമം ഒരു മര്യാദ കാണിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. വീട്ടുകാർ നടത്തി തരുന്ന കല്യാണം എല്ലാം സക്സസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും അങ്ങനെയല്ല. അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്നതെല്ലാം നശിച്ചു പോകുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യം, നമ്മളിപ്പോൾ സമൂഹത്തിൻ്റെ യാതൊരു സപ്പോർട്ടില്ല നിങ്ങൾ ഒരു ഇതിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതാകുന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ കല്യാണം കഴിപ്പിച്ചു വിടുന്ന സ്ഥലത്തും സപ്പോർട്ടില്ലാതായി പോയി ഒടുങ്ങുന്ന ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചറാണ്, നമുക്ക് കാണാൻ പറ്റില്ല. എങ്ങനെയാണ് ജീവിതം അവസാനിക്കുക എന്ന്, എങ്ങോട്ട് ഒഴുകുമെന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു പാർട്ട്ണറുമായിട്ടൊക്കെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തി ജീവിക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു മിനിമം ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ എങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം മനസ്സിലാക്കി എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം ഇടപഴകിയതിന് ശേഷം മാത്രം ഒരു ബന്ധത്തിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലാതെ നിങ്ങൾ പിന്നീട് കൂനിന്മേൽ കുരിശ്, പിന്നെ ഒരു കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ട് ചിന്തിക്കുന്നത്, അതൊക്കെ ഇച്ചിരി വൈകിട്ടാണെങ്കിലും ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. തുടക്കത്തിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പോയി ആദ്യമേ തന്നെ ഒരു കുഞ്ഞിനെ ഇപ്പോൾ ഞാനൊരാണാണ്, ഞാൻ 2 കുട്ടികളുടെ അച്ഛനും കൂടെയാണ്. എന്നാലും പറയാം, ആണിനെ സംബന്ധിച്ചിടത്തോളം വീട് പോറ്റുകയും കുടുംബം നോക്കുകയൊക്കെ വേണം. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ലേഡിക്ക് ഏതാണ്ട് 8-9 മാസം അതിനുശേഷം ആ ഒരു പ്രസവത്തിന് ശേഷം അനുഭവിക്കേണ്ടിരുന്ന വേദന, കുട്ടികളെ പാല് കൊടുത്ത് വളർത്തുന്നൊരു കാര്യം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്കില്ല. പക്ഷേ ആണുങ്ങൾ കുടുംബം നോക്കേണ്ടവരാണ്. ഞാൻ നോക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും താഴ്ത്തി പറയത്തില്ല, കാരണം ഞാനൊരാണല്ലേ, ഞാൻ കുടുംബം നോക്കുന്ന ആളല്ലേ. എങ്കിലും അവർക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതിനോടൊപ്പം കുടുംബകാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകൾ, അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിൽ, നിങ്ങളെ ഒട്ടും മനസ്സിലാക്കുന്ന ഒരാളല്ല നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിൽ, നിങ്ങളുടെ ലൈഫ് സത്യം പറഞ്ഞാൽ ഗതികെട്ട അവസ്ഥയിലേക്ക് കഴുതയെ പോലെ ആയിട്ട് പോകും. പിന്നീട് വരുന്ന എല്ലാ ഭാരങ്ങളും ചുമന്ന് നിങ്ങളുടെ ജീവിതത്തിനോട് നിസ്സംഗമായി ജീവിതത്തിനെ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ തുടക്കമേ നിങ്ങൾ നോക്കി വേണം ഓരോ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ. ഇത് ഒരു സഹോദരനെ പോലെ കണ്ട് ദയവായി മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഉപദേശിക്കുന്നതല്ല. ഈ കുട്ടിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ അവർ ആ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ മാറ്റി നല്ല യൂട്യൂബ് കോണ്ടൻ്റ് ഒക്കെ ചെയ്യും. സ്വാഭാവികമായിട്ടും അത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അതുകൊണ്ട് ആ കുട്ടിയെ വളർത്തി അതുപോലെ തന്നെ മറ്റൊരു ജീവിതത്തിലേക്ക്, ഇനിയിപ്പോൾ മറ്റൊരു ബന്ധത്തിലേക്കോ ഒക്കെ പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ഒക്കെ പോയി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരും അവരെ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനൊന്നും പോകാതിരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്. പാർവതി വിജയ് എന്നുള്ള ആ ഒരു ചാനൽ കഴിയുമെങ്കിൽ നിങ്ങളും കൂടെയൊക്കെ ഒന്ന് പാർവൺ ലൈഫ് എന്നാണ് ഇപ്പോൾ കിടക്കുന്ന പേര്, പാർവതി വിജയ് എന്നാണ് കുട്ടിയുടെ പേര്. ആ ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മളെ കാണുന്ന ആൾക്കാരൊക്കെ കൂടെ ആ ഒരു ചാനലൊക്കെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ കുട്ടിയൊക്കെ കയറി വരട്ടെ, നിങ്ങൾ നല്ല നല്ല കമൻസൊക്കെ കൊടുക്കുക. അപ്പം അവർക്ക് സന്തോഷമാവട്ടെ, ആ ജീവിക്കാനുള്ള ഒരു ആഗ്രഹവും ത്വരയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വളരട്ടെ. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ആയിപ്പോയി എന്നുള്ള കാര്യത്തിനകത്ത് എൻ്റെ ഒന്നും അല്ല, ഇങ്ങോട്ട് കയറുക, നമുക്ക് ഇനിയും പോകാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ നടക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ കൂടെ നടത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു മനുഷ്യരാകുന്നത്. നമുക്കൊരു അവസാനം ഉണ്ടടേ, നമ്മളും അവസാനിക്കും, ഒന്നും കൊണ്ടുപോകത്തില്ല, ഒരു തേങ്ങയും കൊണ്ടുപോകത്തില്ല. സോ കിട്ടുന്നത് കുറച്ച് നല്ല നിമിഷങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറത്ത് ഒന്നും സ്ഥായിയല്ല, സ്ഥിരമല്ല. സോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പാർവനാണെങ്കിലും നമ്മുടെ പാർവതിക്കാണെങ്കിലും അരുണാണെങ്കിലും നിങ്ങളുടെ ജീവിതം നന്നായിട്ട് പോട്ടെ. ആ കുട്ടിയുടെ ജീവിതം, നിങ്ങളുടെ രണ്ടുപേരും രണ്ട് സൈഡിലാണെങ്കിലും ആ കുട്ടിയുടെ ജീവിതം പരമാവധി നന്നായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. ബിക്കോസ് ഞാൻ 2 കുട്ടികളുടെ അച്ഛനാണ്. അവരെ ദയവായി നിങ്ങളുടെ ഈ ഒരു വേദനകളൊന്നും ബുദ്ധിമുട്ടുകളും ഒക്കെ വലിയ വഴക്കുകളൊന്നും അവരെ അറിയിക്കാതെ നിങ്ങൾ നന്നായിട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.